my darling, where have you gone, leaving me alone? Away, far away. I know it's you. In my heart, the road that you are. May be kind to me. Never, never leave me alone. ശ്രീ ജഗദീഷ് ശിവകുമാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായി പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ സതീർത്ഥരാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചത്, അദ്ദേഹം മാധവന്യൂസ് കോളേജിലായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് സിറ്റിയിലുള്ള കോളേജിലെ കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ആർട്ട് സൊസൈറ്റി എന്നൊരു സംഘടന ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. ഞാനും ജഗതി കൂടെ സ്റ്റുഡൻസ് സെൻ്ററിൽ മീറ്റിംഗ് പ്ലാൻ ചെയ്തു. ഒരു ഞായറാഴ്ചയായിരുന്നു, വൈകുന്നേരം ആകപ്പാടെ വന്നത് ഞാനും ജഗതി മാത്രമേ ഉള്ളൂ. ജഗതി കുറച്ച് മോണമായിട്ട് കാണിച്ചു, ഞാൻ രണ്ട് പാട്ടും പാടി പിരിയുകയും ചെയ്തു. പിന്നെ സിനിമയിൽ വന്നിട്ടാണ് ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആകുന്നത്. അതായത് മദ്രാസിൽ പത്രപ്രവർത്തനമായിട്ട് ഞാൻ പോകുമ്പോഴും ജഗതി അവിടെ നിന്ന് നല്ല തിരക്ക് പിടിച്ച ഹാസ്യനടനായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ സിനിമയിൽ സംവിധായകനായതിനു ശേഷം എൻ്റെ ആദ്യ സംരംഭമായ ഒരു കൊളാബറേഷൻ ജഗതി അണിയാത്തവളായിരുന്നു. അണിയാത്തവളുകൾ എന്ന ചിത്രത്തിൽ ജഗതിക്ക് ഞാൻ നല്ലൊരു വേഷമാണ് കൊടുത്തത്. വേഷം മാത്രമല്ല, അതിൻ്റെ കൂടെ യേശുദാസിൻ്റെ ശബ്ദവും ഞാൻ കൊടുത്തു. യേശുദാസിൻ്റെ ശബ്ദത്തിൽ ജഗതി ഒരുപക്ഷെ ആദ്യമായിട്ട് അഭിനയിച്ചത് ആ ചിത്രത്തിലാണ്. ഒരു ദീർഘനിശ്വാസം ഇടവേളയാക്കുവാൻ ഇടവന്ന സൂര്യങ്ങൾ നമ്മൾ. ഇത് ജീവിതം, മണ്ണിലിതു ജീവിതം. ഈ പാട്ടിനും ഒരു വൈകാരികമായ പശ്ചാത്തലമുണ്ട്. അത് കഴിഞ്ഞ് ജഗതി ദ ബിസിയസ്റ്റ് മാൻ. ജഗതിയുടെ ഓരോ മിനിറ്റിനും വിലയുള്ള സമയം ഞാൻ കണ്ടതാണ്. ഒരിക്കലും ഞാൻ ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോകുമ്പോൾ ജഗതി ഉണ്ടായിരുന്നു. ചെന്ന് ഇറങ്ങിയപ്പം ഒരു 8-10 കാറാണ് വെയിറ്റ് ചെയ്തത് ജഗതിയെ ഡെല്ലിങ്ങിൽ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആൾക്കാർ ബഹളം ഉണ്ടാക്കി എൻ്റെ വണ്ടി കയറി എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് ജഗതി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാളൊരു തീരുമാനം എടുക്കുക, ആ തീരുമാനം എടുക്കാൻ താമസം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പോയി എൻ്റെ ഫയൽസ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് വരാം. അത്ര തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ജഗതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റിൽ ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ജഗതിയുടെ വീട്ടിൽ പോയി ജഗതിയെ കാണാൻ പറ്റും. ജഗതി വിലയാട്ടോ 1980 മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഓർമ്മിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് നീ പാടുന്നോ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കും. ഓർമ്മ 4 വരി. പിരിയുന്ന കൈവഴികൾ ഒരു വെച്ചു ചേരുന്ന വഴിയമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ദീർഘനിശ്വാസം ഇടവേളയാകുക ഇടറുന്ന കോലങ്ങൾ നമ്മൾ. ഇതു ജീവിതം, മണ്ണിലിതു ജീവിതം. യാദൃച്ഛികമാണെങ്കിലും ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയ രണ്ട് സ്നേഹിതന്മാരുടെ ഒരു അപൂർവ സംഗമമായിരുന്നു. ജഗതിയെ പറ്റിയിട്ട് 2 വാക്കുകൂടെ ഞാൻ പറയുന്നു.
അധികമാരും പറയാത്തതും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, മലയാള ഭാഷയെ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും അറിഞ്ഞ് പെരുമാറിയിട്ടുള്ള ഒരാൾ ജഗതിയാണ്. ജഗതിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ എണ്ണിപ്പറക്കി വയ്ക്കാവുന്ന വാക്കുകളെ എടുത്ത് അടുക്കും ചിട്ടയോടും കൂടി സംസാരിക്കുന്ന ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ ആരും ജഗതിയെ കണക്കെടുക്കാറില്ല. തമാശക്കാരനാണ്. അങ്ങനല്ല. ജഗതിക്ക് നല്ല ഭാഷാജ്ഞാനമുണ്ട്, സ്വാധീനമുണ്ട്. അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ജഗതി പ്രസംഗിക്കുമ്പോൾ ഓരോ വാക്കും അരിച്ചു പെറുക്കിയെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഒരു തമാശക്കാരനായ നടനാണെങ്കിലും പുള്ളി ഒരു നല്ല ശരീരം സൂക്ഷിച്ച ആളാണ്. ഫിസിക്കലായിട്ട് ഹി വാസ് ഫിറ്റ്, എല്ലാം ഉണ്ട്. പിന്നെ അടുത്ത സംഗതി വെച്ചാൽ അർത്ഥം വെച്ച് വർത്തമാനം പറയുന്ന കാര്യത്തിലും ശിവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. എന്നോട് ചോദിച്ച ഒരു ആസ് എൻ ആക്ടർ എന്നോടൊരാൾ ചോദിക്കുന്നത് നിങ്ങളോടൊപ്പം അഭിനയിക്കുന്ന ഏത് നടനെയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പേര് ജഗതിയുടെ പറയും. ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സീനിൽ ഉള്ള വിഭവങ്ങൾ, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പോകുകയാണെങ്കിൽ എത്ര പ്ലേറ്റ് ഉണ്ട്, എത്ര സ്പൂണുണ്ട്, അത് നോക്കി അതിനെല്ലാം ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ആ സീന് ലൈഫ് കൊടുക്കാനായിട്ട് ജഗതിക്ക് ഒരു പ്രത്യേക കഴിവ്. അല്ലാതെ വെറുതെ ഡയലോഗ് പറഞ്ഞിട്ട് പോവുകയല്ല. അത് ഒരു കഴിവ് തന്നെയാണ്. എൻ്റെ മോഡുലേഷൻ്റെ കാര്യത്തിൽ എല്ലാം ജഗതി കാണിക്കുന്ന ഒരു താല്പര്യം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ, അതിന് പറയേണ്ട ആവശ്യമില്ല. അതൊരു ചെറിയ അനുഭവം ഞാൻ പറയാം. എത്രത്തോളം എനിക്കിവിടെ പറഞ്ഞ് കലിപ്പിക്കാമെന്ന് അറിഞ്ഞുകൂടാ. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ടപ്പോൾ അതിൻ്റെ വിവാഹ വാർഷികം കൂടെ വന്നു. എന്നാൽ എല്ലാവരും ഉണ്ടായിരുന്നു. ലാൽ ജോസ് ആ ഗ്രൂപ്പ് മൊത്തം ഉണ്ടായിരുന്നു. അപ്പം ഒരു ഗെറ്റ് ടുഗദറായിരുന്നു. അപ്പം എൻ്റെ പേര് കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരുന്നു. ഇതാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ടൈമിങ് ശ്രദ്ധിക്കുക. ഞാൻ പ്രതീക്ഷിച്ചതല്ല. ജഗതിയുടെ സംസാരത്തിൽ ജഗതി പറഞ്ഞ ബാലചന്ദ്രൻ എവിടെ പോയാലും ഭാര്യയെ കൊണ്ടുപോകും. ഭാര്യ ഇല്ലാതെങ്കിൽ എങ്ങും പോകാറില്ല. അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല. അപ്പം നോക്കാൻ പറ്റിയിട്ട് പോയി മാറ്റി മാറ്റിയപ്പോൾ ആരുടെ ബാലചന്ദ്രൻ? അപ്പം വേണം, ഭാര്യ കൂടെ വേണം എന്നുള്ളതിന് അത് ജഗതിക്ക് എക്സ്റ്റംപോറായിട്ട് അപ്പം ജഗതിയുടെ വായി വന്ന തമാശയാണ്. ശരിക്കും ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ആർക്കും സാധാരണത്തിൽ ഉണ്ടാകുന്നത്. പുള്ളി പെട്ടെന്ന് പറഞ്ഞാണ് ആ എന്ന് മാറ്റി വയ്ക്കുകയും മാറ്റിയാൽ പ്രശ്നമാണ്. പിന്നെ ആൾക്കാർ ചോദിക്കും ആരാണെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പുള്ളി ഭാര്യയെ കൊണ്ട് നടക്കുന്നതെന്നാണ് ജഗതി ശ്രീകുമാർ. ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു സെൻസ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. എനിക്ക് ഏറ്റവും വലിയ നന്ദി അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അതിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഇതൊരു അപൂർവമായ നിമിഷമാണ്. അതൊരു സതീർത്ഥ്യനോടുള്ള കടപ്പാടും സ്നേഹവും ഞാനും പ്രകടിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനിയുള്ള വാക്കുകളൊക്കെ ബാക്കിയോട് പറയട്ടെ. ഒരിക്കൽ കൂടെ ഈ ഇരിക്കുന്ന മാന്യമായ സാഹചര്യങ്ങളിൽ തല കുലിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ